നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്കൂൾ സമയമാറ്റം പിൻവലിക്കുമോ? മതസംഘടനകളുമായുള്ള ചർച്ച ഇന്ന്. സംസ്ഥയടക്കം സമയമാറ്റത്തെ ശക്തമായി എതിർത്ത പശ്ചാത്തലത്തിലാണ് നടപടി. രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെ ക്ലാസ് സമയം നീട്ടുന്നത് മതപഠനത്തിന് തടസ്സമാകുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സ്കൂൾ സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇക്കാര്യം മതസംഘടനകളോട് വിശദീകരിക്കാനാണ് സർക്കാർ ശ്രമിക്കുക. കാഞ്ഞങ്ങാട് മറിഞ്ഞ LPG ടാങ്കർ ഇന്നുയർത്തും. അതീവ ജാഗ്രതാ നിർദ്ദേശം. കാഞ്ഞങ്ങാട് സൗത്തിൽ മറിഞ്ഞ ഗ്യാസ് ടാങ്കർ ലോറി ഇന്ന് രാവിലെ ഉയർത്തും. മംഗലപുരത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് LPG ഗ്യാസുമായി പോകുന്ന ടാങ്കർ ഇന്നലെ ഉച്ചയ്ക്കാണ് മറിഞ്ഞത്. വാതക ചോർച്ചയില്ലെങ്കിലും ടാങ്കർ ഉയർത്തുന്നതിന് ഭാഗികമായി പ്രാദേശിക അവധിയടക്കം മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ അയങ്ങാത്ത് വരെ 18, 19, 26 വാർഡുകളിലാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വാർഡുകളിലെ സ്കൂൾ, അംഗനവാടി, കടകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമായിരിക്കും. ഇന്ന് രാവിലെ 8 മുതൽ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ പടന്നക്കാട് വരെ ഹൈവേ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. പ്രദേശത്ത് പൊതുജനങ്ങൾക്കുള്ള പ്രവേശനവും നിരോധിച്ചിട്ടുണ്ട്. തിരുവല്ലയിൽ കാർ നിയന്ത്രണം വിട്ട കുളത്തിൽ വീണു. അപകടത്തിൽ ഒരാൾ മരിച്ചു. തിരുവല്ല മന്നങ്കരച്ചിറയിലാണ് അപകടം നടന്നത്. കാരക്കൽ സ്വദേശി ജയകൃഷ്ണനാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന മറ്റു 3 പേരെ ഫയർഫോഴ്സ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ജയകൃഷ്ണന്റെ സുഹൃത്തുക്കളായ അനന്തു, IB എന്നിവരാണ് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അപകടം നടന്നത്. നിയന്ത്രണം വിട്ട കാർ പോസ്റ്റിൽ ഇടിച്ചതിനു ശേഷം കുളത്തിലേക്ക് മറയുകയായിരുന്നു. കാൽവഴുതി കൊക്കയിൽ വീണ് എറണാകുളം സ്വദേശി മരിച്ചു. ഇടുക്കി വാഗമൺ റോഡിലാണ് സംഭവം. എറണാകുളം സ്വദേശി തോബിയാസ് ആണ് മരിച്ചത്. വാഗമൺ റോഡിലെ ചാത്തൻപാറയിൽ ഇറങ്ങുന്നതിനിടെ കാൽവഴുതി കൊക്കയിൽ വീഴുകയായിരുന്നു. സുഹൃത്തുക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് മൂലമറ്റം, തൊടുപുഴ ഫയർ സ്റ്റേഷനുകളിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുകയായിരുന്നു. കോടമഞ്ഞായതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് മൃതദേഹം പുറത്തെടുത്തത്. നിലവിൽ മൃതദേഹം ഇടുക്കി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഗോവിന്ദചാമി ജയിൽ ചാടിയത് പുലർച്ചെ. ഇരുമ്പ് കമ്പി അറുത്തുമാറ്റി വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി. സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇരുമ്പ് കമ്പി അറുത്തുമാറ്റിയെന്ന് പോലീസ്. വസ്ത്രം അഴിച്ചുമാറ്റി കൂട്ടിക്കെട്ടി മതിലിന് പുറത്തേക്ക് എറിഞ്ഞ് അതുവഴി രക്ഷപ്പെടുകയായിരുന്നു. ആകാശവാണിയുടെ സമീപത്തെ മതിലാണ് ചാടിക്കടന്നത്. ഒറ്റക്കൈയുള്ള ഗോവിന്ദചാമിക്ക് പുറത്തുനിന്ന് രക്ഷപ്പെടാൻ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോവിന്ദചാമിയെ സന്ദർശിച്ചവരുടെ വിവരവും പോലീസ് ശേഖരിക്കുന്നുണ്ട്. പുലർച്ചെ 1:15 ഇയാൾ രക്ഷപ്പെട്ടത്. എന്നാൽ പോലീസിന് വിവരം ലഭിക്കുന്നത് രാവിലെ 7:30 കേരളത്തെ ഞെട്ടിച്ച വധക്കേസിൽ ജീവപര്യന്ത ശിക്ഷയായിരുന്നു ഗോവിന്ദചാമിക്ക് ലഭിച്ചത്. പ്രതിക്ക് വേണ്ടി പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. വിവരം ലഭിക്കുന്നവർ 9446899506 എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു.